പിന്നെ ആര് വരണ ഇവിടെ എവിടാ ഇവിടെ ഇവിടെ ആര് വരണ? ആര് വരണ ആരും വരണില്ല. ആര് വരണേ ഇല്ല. എന്ത്? ഇന്ന് ആര് വരണ ആരും വരണില്ല. എന്ത്? നീ ഇവിടെ എന്താ ചെയ്യണം? ഞാൻ ദാണ്ട തുണി മടക്കണ്. കൊച്ചുങ്ങളെ തുണിയൊക്കെ ദാണ്ട അയൺ ചെയ്ത് വെക്കാൻ പോണ്. അയൺ ചെയ്ത് വെക്കണം. അയൺ ചെയ്ത് വെക്കണം പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇസ്തിരി ഇടണം. ഇസ്തിരി ഇടണം. ഇസ്തിരി ഇടണമെന്ന്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് ഇസ്തിരിപ്പെട്ടി. എന്തൊരിത്? ഇത്തിരി പെട്ടിയ. ആ, പണ്ട് നിങ്ങൾ ചിരട്ടയിൽ ഇടൂലേ, ചിരട്ടയിലിട്ട് തേക്കൂലേ ഇരുമ്പ പെട്ടി, അതിന് പകരം കറണ്ടിൽ കണക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ തേക്കാം. നന്നായിട്ട് തന്നെ ഇങ്ങനെ അത് ഇതാ. ഓ ദാണ്ട ദാണ്ട ഞാൻ തേച്ചെടുക്കുന്ന കണ്ടില്ലേ? കൊച്ചിന്റെ ഉടുപ്പ. ഓ, ഇത് കൊച്ചിന്റെ യൂണിഫോം. ഇത് ആ പാന്റ്. ഓ, അത് തേച്ച് മടക്കി വെക്കും. അപ്പൊ രാവിലെ അവന് സ്കൂളിൽ പോവാൻ സമയത്ത് എടുത്തിട്ടാ മതിയല്ല. ഇപ്പൊ എന്ത് എത്തിയോക്കാൻ കാര്യം എന്ത്? പറഞ്ഞ ആരോ വരുമോ? അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഇവിടെ ആര് വരണ? ഞാൻ ചുമ്മാ പറഞ്ഞ. ഇവിടെ ആര് വരാതിരിക്കണ? ചുമ്മ എന്തുമല്ല ഉള്ളതല്ല. ആര് വരണ? ആര് വരാതിരിക്കണ? ആര് വരണ? അത് തന്നെ അമ്മ. ആരെങ്കിലും വരാൻ ഉണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും വരാൻ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും വരും. അതാണ്, ഇപ്പൊ ആരെങ്കിലും വരും. പണ്ട് ആരും വരാനില്ലായിരുന്നു. ഇപ്പൊ ആരെങ്കിലും ആൾക്കാരില്ലായിരുന്നു. പണ്ട് ആൾക്കാരില്ലായിരുന്ന. ആരെങ്കിലും വരും. അതാണ്. ഇപ്പൊ ആരെങ്കിലും ഒക്കെ വരും. പണ്ട് ആരും വരാനില്ലായിരുന്നു. ഇന്ന് നമ്മുടെ ഒരു ചേച്ചി, ഇക്വാലിറ്റി ടു സിസ്റ്റർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു ചേച്ചി വരും പറഞ്ഞ അമ്മ. അതൊരു ചേച്ചി വരും. ഒരു ചേച്ചി വരും. ഓ, എന്താടേ? ഓ, ഒരു ആന്റി. ഓ ഓ ഓ ഓ ശരി ശരി. ആര് വരണ? അത് ഒരാളമ്മ. അത് നിങ്ങൾക്ക് വന്ന് കണ്ട ഞാൻ പറഞ്ഞു തന്നാ നിങ്ങൾക്ക് മനസ്സിലാവൂ? ഇല്ലല്ല, വന്ന് കണ്ട് ആ ഈ ആളാണ് വന്നതെന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നേരത്തെ പേരൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവൂലല്ല. ഇപ്പൊ കണ്ടാലേ അറിയാള്. കണ്ടാലേ അറിയാള്. കണ്ടാലേ അറിയാവുള്ളൂ. അതേ തന്നെ. ഫോട്ടോ എടുത്ത് ഉണങ്ങിയപ്പോ ആൾക്കാർ വരുന്നു. ആ, ഫോട്ടോ എടുത്ത് ഉണങ്ങിയപ്പോ ആൾക്കാർ വരും. അത് തന്നെ, അങ്ങനെ തന്നെ. ഫോട്ടോ എടുത്ത് തുടങ്ങിയപ്പോ ആൾക്കാർ കാണാൻ വന്നു തുടങ്ങി. പുതിയ നൈറ്റിയൊക്കെ ഇട്ട് ഉറക്കെ പറ, എനിക്ക് കേട്ടൂടാ. പുതിയ നൈറ്റിയൊക്കെ ഇട്ട് ഇടാം. പുതിയ നൈറ്റ് നിങ്ങൾ ഇടൂലല്ല, നിങ്ങൾ ഇടണില്ലല്ല. ഞാൻ കൈയിട്ടേക്കണ എന്റെ ഉള്ളു. കഴിവിട്ടിരിക്കുന്നതേ ഉള്ളൂ. അലമാര് ഫുള്ള് തുണി. ഇന്നലെയാണെന്ന് തോന്നുന്നു. ഇന്നലെ എന്നോട് ചോദിക്കുന്ന എന്ത് ആൾക്കാർ വരാത്ത, ഡ്രസ്സ് തരാത്ത. ഈ പാന്റൊക്കെ എടുത്തെടുത്ത അമ്മ പാന്റ് ഒന്നും ഇടണ്ട. നൈറ്റികൾ ഒരു 8-10 നൈറ്റി അതിനകത്ത് ഞാൻ തന്നെ മടക്കി വെച്ചിരിക്കുന്നില്ലേ. പഴയ നൈറ്റിയാണ് അമ്മ. പഴയതല്ലമ്മ, പുതിയത് ഒരിക്കലേ. അത് ഇട്ടാ എന്ത് കുഴപ്പം? ഇനി പുതിയത് ഇടോളാ. ഇനി പുതിയ നൈറ്റ് ഞാൻ വാങ്ങി തരണോ? പുതിയ ആ പഴയത് എടുത്തിട്. അത് ഇട്ട് തീർന്നാൽ, അത് ഇട്ട് കീറിയ അല്ലെങ്കിൽ തൊലയെ ചെയ്താലല്ലേ നമുക്ക് പുതിയത് വാങ്ങാൻ പറ്റൂ, അല്ലേ? അതിനെടുത്ത് ഇടാതെ അവിടെ വച്ചിരിക്കണോണ്ടാണ് ആരും തരാത്ത. ആൾക്കാർ തന്ന നൈറ്റ് നിങ്ങൾ ഇട്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഉള്ളത് കരിവീരാ പിന്നെ ഇപ്പൊ ഉള്ളത് കരിവീരാ. അലമാര ഇരിക്കുന്ന അവിടെ ഇരിക്കട്ടെ. നമുക്ക് കൈയിട്ടേക്കുന്ന എടുത്തു കൊടുക്കാം. അമ്മ, ഈ അലമാരി ഇരിക്കണ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അലമാരി ഇരിക്കണ ഇടാനുള്ള തുണിയാണ്. അലമാരി ഇരിക്കുന്നത് ഇടാനുള്ള തുണിയാണ്. അതെടുത്ത് അലമാരിയിൽ വെച്ചിരിക്കാനുള്ളതല്ല. ഇന്നലെ ഇട്ടിരുന്ന ആ ഉടുപ്പിനെ നനച്ചിട്ട് അത് എടുത്തിടാം. അതെന്തിനെടുത്തിടണം? അതിനെ മാറ്റിയിട്ട് വേറെ എടുത്തിട്. മാറ്റി മാറ്റി ഇട്. അലമാരി ഇരിക്കുന്ന തുണികൾ എടുത്തിടാനാണ് പറയണ. അലമാരി ഇരിക്കുന്നത്. അയ്യോ, എനിക്ക് വയ്യേ, എനിക്ക് തലവേദനിക്കണം. അമ്മ, അലമാരിയിൽ ഇരിക്കുന്ന തുണികൾ എടുത്ത് മാറ്റി മാറ്റി ഇട്ടില്ലെങ്കിൽ ആ ഇരിക്കുന്ന തുണികൾ ചീത്തയായി പോവും. പറഞ്ഞ മനസ്സിലായോ? എന്തിനു മനസ്സിലായി? എന്തിനു മനസ്സിലായി? മനസ്സിലാക്കി. പറഞ്ഞ് മനസ്സിലാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മള് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നെ ഇരിക്കട്ടെ.
മനസ്സിലാക്കണോ നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ പോയിട്ട് നല്ല കഴിവിട്ടാൻ എടുത്തിടും. അതങ്ങനെ തന്നെ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒന്നും കേൾക്കൂല. നമ്മൾ പറഞ്ഞ എന്ത് ചെയ്യിച്ചാലും അത് ചെയ്യില്ല. എല്ലാരും പറയുന്ന അത് ചെയ്യിക്കും ഇത് ചെയ്യിക്കുന്ന അങ്ങനെ ഒന്നും ചെയ്യൂല അമ്മ. നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കില്ല. അവർക്ക് അവരുടെ തോന്നിയതേ നൈറ്റിയൊക്കെ കഴിയിടാം. ഏത് നൈറ്റ് കഴിവിടാ? ഇതൊക്കെ കഴിയിടാം. ചോറും കറിയൊക്കെ വെച്ചാ? രാവിലെ വെച്ചല്ല. ഞാൻ ഒന്നും വെച്ച. എനിക്ക് അടുപ്പിലൊന്നുമില്ല. അടുപ്പില്ല, പാത്രമില്ല, കല്ലില്ല. ഇതൊക്കെ തന്നാ വെക്കോ? ഒന്നുമില്ല. ഇതൊക്കെ തന്നാ വെക്കോ? എവിടെന്ന്? എവിടെന്ന്? അപ്പൊ അറിയാം ഇതൊക്കെ തന്നാലും വെക്കൂല. ചൂടണ്ടാ? ഓ നല്ല ചൂട്. തൊട്ട് നോക്കണാ? തൊട്ട് നോക്കുന്ന എനിക്ക് വലിയ വന്നിട്ട് എന്ത് ചെയ്യാൻ? എന്നിട്ട് എന്ത് ചെയ്യാൻ? 5 മിനിറ്റ് എന്നെ വെളിയിൽ കണ്ടില്ലെങ്കിൽ അപ്പ വരും. പെണ്ണേ നീ എന്തിനാണ് പെണ്ണേ, പെണ്ണേ നീ എന്തിനാണ് പെണ്ണേ ചോദിച്ചോണ്ട് വരും. വെളിയിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ? വെളിയിൽ വന്നിട്ട് എന്ത് ചെയ്യാനെന്ന്? എന്തെങ്കിലും കാര്യം പറയാ. ഇത് വേണം. ഇത് തേക്കില്ലേ? ഇത് തേച്ചാ ഉരുവി പോവുമ്മ. ഇത് തേക്കണ്ട. അതാണ്ട് ഇത് തേക്കാത്ത ഉടുപ്പാണ്. ഇത് തേക്കണ്ട. കണ്ടാ ഇത് ചുളുക്കൊന്നും ഇല്ലല്ലോ. ചുളുക്കുണ്ടാ? ഇല്ലല്ലോ. അപ്പൊ ഇതിനിങ്ങനെ അങ്ങ് മടക്കി അങ്ങ് വെച്ചാ മതി കേട്ടാ. ഇത് തേക്കണ്ട. കണ്ട തേക്കേണ്ട ഉടുപ്പൊക്കെ തേച്ച് വെച്ചിരിക്കണം. അവന്റെ തുണികൾ കൊണ്ട് അവൻ തേക്കില്ലേ? ഒന്നും ചെയ്യൂല. ഒരു വഹയും ചെയ്യൂല. ഇട്ടൂല്ലേ? ഒരു വഹ ജോലി നിങ്ങളെ മോൻ ചെയ്യൂല. അല്ലെങ്കിൽ ഇത് നിങ്ങളെ മോന്റെ തുണിയല്ലേ? നിങ്ങളെ മോനല്ലേ ഇതൊക്കെ മടക്കി വെക്കേണ്ടത് അല്ലേ? അല്ലേ? ആണല്ലേ? നിങ്ങളെ പറ. ഒന്നും ചെയ്യില്ലേ? കുറച്ച് നുണ പറയാ. അപ്പൊ ഒന്നും ചെയ്യാതിരിക്കും. ഒരു വഹ ചെയ്യൂല. ഒരു വഹ. ആണുങ്ങളായ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ വീട്ടില്? എന്തെങ്കിലും ജോലി ചെയ്യണം. അത് ഞാൻ എന്തെങ്കിലും ചെയ്യണം. നിങ്ങളൊന്ന് പറയാത്തെന്ത്? ചെറുക്ക ആ പെണ്ണ് പറഞ്ഞ കേക്കയില്ലേ? കേക്കൂലേ? ഒന്ന് മോൻ കാണുമ്പോഴേ പേടിയാവും. അത് എസ് വെക്കാനായിട്ട് ആ പിങ്കി ഒന്ന് കുരക്കുകയും ചെയ്ത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കാണ്. അതാണ്ട ഇത്രയും തുണി ഞാൻ തേച്ച് വെച്ച്. ഇത്രയും തുണി അല്ലെങ്കിൽ നിങ്ങളെ മോന് എനിക്ക് കൈ വയ്യെന്നറിയാം, നടുവയ്യെന്നറിയാം, കാല് വയ്യെന്നറിയാം. ഈ വീട്ടിലെ മുഴുവൻ ജോലി ഞാൻ ചെയ്യണില്ലേ? ഇത്തിരി തുണി തേച്ച് വെച്ചൂടെ? ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യൂല. അതെന്തിങ്ങനെ? മോൻ കാണുമ്പോ എനിക്ക് പേടിയാവും. പേടിയാവൂ? ആരെങ്കിലും ഭൂമിയിൽ പേടിയുണ്ടെന്ന് പറഞ്ഞല്ല. ചെയ്തൂടെ? നിങ്ങൾ അമ്മയില്ലേ? നിങ്ങൾ വിലക്കണ്ടേ? എടാ ചെറുക്കാ നിനക്ക് ഇത്തിരി ജോലിയൊക്കെ ചെയ്തൂടെ എന്ന് പറയണ്ടേ? ഞാൻ പറഞ്ഞ കേക്കൂല. അപ്പൊ ഇപ്പൊ ജോലിയൊന്നും ചെയ്യൂലല്ലേ മോൻ വീട്ടില്? അവൻ ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യൂലല്ലേ? ഞാൻ എന്തായാലും പറയണേ. ഇന്ന് തൂത്തുവാരിയതാര്? തൂത്തുവാരിയില്ല. അവിടെയൊക്കെ തൂത്തുവാരനാണ്. ആര്? അവൻ അവ ഒന്നും ചെയ്യൂല. അവിടെ തൂത്തുവാരണുണ്ട്. ആര്? പാന്റ് ഒന്നും ചെയ്യില്ല. വ്യത്യാസം ഉണ്ട് കേട്ടോ. തൂത്തതല്ല, ഉടുപ്പും പാന്റും ആണ്. അത് തന്നെ ഉടുപ്പും പാന്റും ഒന്നും ചെയ്യൂല. ഇത് ചെയ്യാനെന്ന് പറയണം. നമ്മളെ എന്റെ വിധി അല്ലേ? നമ്മളെ വിധി നമ്മളിനി സഹിക്കല്ല എന്തിരിയല്ലേ? ഇട്ട് കിളക്കാൻ നല്ല രസമാണെന്ന് നുണ പറയാൻ പറയും. പണ്ട് ഇടയ്ക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു. എന്തിനോ പറഞ്ഞിട്ട് കുറെ നുണ പറഞ്ഞ് നല്ല രസമായിരുന്നു കേൾക്കാം. പക്ഷെ അതിന്റെ ഫോണിൽ നിന്ന് പോയി. മറ്റേ ഫോണിലായിരുന്നു. അത് ഡിസ്പ്ലേ പോയപ്പോ നല്ല രസമായിരുന്നു. കുനുകുന ഇരുന്ന് മോന്റെ കുറ്റങ്ങള് പറയണേ. അയ്യോ അയ്യോ. നിങ്ങളെന്ത് ഷൂഷൂന്നൊക്കെ ആക്കണത്? ഞാനല്ല, നിങ്ങളാണ് ഷൂ 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 ഇത്ര നേരം ആക്കിയത്. ഞാൻ മിണ്ടാണ്ട് ജോലിയൊന്നും കൊണ്ടിരുന്ന എന്നെ അന്ന് വിളിച്ചിട്ട് ഇപ്പൊ എന്റെ പറഞ്ഞ പോണേ നിന്റെ പാട്ടിനൊന്നും. നീ കുറച്ചു നേരം വെളിയിൽ പോയി നോണ പറയാം. അയ്യോ വാ. തുമ്മാ പറഞ്ഞല്ലോ. ഓ തുമ്മാ പോയി. ഞാൻ ഇവിടെ നിക്കാം. എനിക്ക് കാലിലൊന്നും കരക്കില്ല.
മൂക്ക് വേദനയാ. ഭയങ്കര വേദന. അങ്ങനെ മനസ്സിലായി? എനിക്ക് മൂക്കുത്തിയപ്പോ വേദന എനിക്കൊരു. പിന്നെ വേദനിക്കൂലേ? മൂക്ക് ഇങ്ങനെ പച്ചക്കല്ലേ കുത്തണത്? ഞാൻ മൂക്കൂത്തില്ല. കുത്തി തരട്ടാ? ഇവിടെ കുത്തി തരാ. ഇവിടെ ഇട്ട് തരട്ടെ? കൊള്ളാമോ അതെ കുത്തിയത്? കൊള്ളാമോ? നല്ല രസമുണ്ടാ? ഞാൻ ഇനി നിക്കാം. ഇനിയിപ്പൊ പറയാം അമ്മച്ചി നിന്നിട്ട് അവിടെ ഇരുന്നൊന്ന് എന്തിനു വെറുതെ കേക്കണം. ഞാനും നിക്കാം. കൊള്ളാമോ? രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് രണ്ട് മൂക്കുത്തി വാങ്ങിച്ചിട്ട്. സ്വർണ്ണത്തില്ല. സ്വർണം തന്നെ? സ്വർണ്ണം. ഓ, സ്വർണ്ണമായിട്ട് തോന്നണില്ലേ അമ്മ? തോന്നണില്ലേ? വെള്ളി തന്നെ അമ്മ അത് കല്ല് വെച്ചിരിക്കണം. അതാണ്ട സൂക്ഷിച്ചു നോക്ക്. കണ്ടാ, കല്ല് വെച്ചിരിക്കണോണ്ടാണ് വെള്ളിയെ പോലെ തോന്നുന്നത്. വെള്ള കളറിലുള്ള കല്ല്. വെള്ളയും വേറെ ഏതോ ഒരു കളറിലെ കല്ലാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് വെള്ളിയായിട്ട് തോന്നുന്നത്. സ്വർണം അല്ലാതെ മൂക്കിലിട്ടാ എനിക്ക് അലർജി വരും. മൂക്കിലേ എനിക്ക് സ്വർണം അല്ലാതെ വെള്ളിയാ മുക്കുപണ്ടോ ഇട്ടാ എനിക്ക് പഴുക്കും മൂക്ക്. ഞാന് പണ്ട് കുറേ നാൾക്ക് മുന്നേ ആഗ്രഹമായിരുന്നു ഇത് കുത്തണമെന്നുള്ളത്. എനിക്ക് പിന്നെ ഇവിടെ 1, 2, 3, 4 കുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പേടി. ഇവിടെ കുത്താൻ പേടി. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഞാൻ ഇതുപോലെ ഡയറക്റ്റ് കുത്തിയതാണ് ഇതൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ ഒരു പേടി. അത് കുത്താൻ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് മയക്കിയിട്ട് അങ്ങനെ മരവിപ്പിച്ചിട്ട് ചെയ്യാന്ന്. ഇവിടെയൊക്കെ നല്ല വേദനയ്ക്കൊന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ ആരെങ്കിലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചെയ്യാന് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിക്കാം. എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സമയത്ത് നമുക്ക് നിറവേറ്റാൻ പറ്റും. അതിപ്പോ എനിക്കെന്നല്ല, നിങ്ങൾക്കാണേലും. നിനക്ക് വേറെ വേലയില്ലേ? വേലയില്ലേ? എന്തിന് ചുമ്മാ കൊത്തിക്കൊണ്ട് നടക്കാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മള് ചെയ്യാം. ആരെയും നോക്കാനൊന്നും നിക്കണ്ട കേട്ടാ. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇതുപോലെ അഭിപ്രായം പറയാൻ പലരും കാണും. ഞാൻ ഇനിയും കുത്തും. ഇവിടെ കുത്തും, ഇവിടെ കുത്തും, ഇവിടെ കുത്തും, ഇവിടെയും കുത്തും. പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല, പട്ടി അറിയിക്കണം. ഞാൻ പോണേ, എനിക്ക് ജോലിയുണ്ട്. അമ്മയോടെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ സമയം ചുമ്മാ. ഇന്നലെ ഒരുപാട് കോൾ ഉണ്ടായത്. ഇന്നലെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇന്നലെ ഒരുപാട് പേര് വിളിച്ചേ. ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇന്നലെ എന്നെ കോൾ ചെയ്ത്. അപ്പൊ എനിക്ക് ഒന്ന് കോൾ വരുമ്പോൾ ഫോണിലെ ചാർജ് തീരും. 2, എനിക്ക് ഒരു കോൾ എടുത്താൽ മറ്റു കോൾ എടുക്കാണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു കോളും എടുത്തില്ല. പക്ഷെ ഇന്നലെ ഭയങ്കര കോളായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ നേരത്തെ ജോലിയൊക്കെ തീർത്ത് വെക്കും. ഞാൻ ആർക്കെങ്കിലൊക്കെ വിളിക്കണമെങ്കിൽ പറ്റുന്ന കോളുകൾ എടുക്കാറില്ലാന്ന് എഴുതിയിട്ട്. ജോലി അല്ലെങ്കിൽ രാവിലെ തീരും. പക്ഷെ ഇന്നലെ ഞങ്ങളൊന്ന് പുറത്ത് പോയി. ഇതൊക്കെ കുത്താനൊക്കെ പോയോണ്ട് താമസിച്ചു പോയതാണ്. അപ്പൊ ശരി, ഞാൻ പോണേ. ടാറ്റ. ഞാൻ പോണമ്മ, എനിക്ക് ജോലിയുണ്ട് കേട്ടാ. ബസ്റ്റ് ഈ വീട്ടിലെ ഉള്ളതെല്ലാം ജോലിയല്ലേ അല്ലേ? ആണാ? നിങ്ങളെല്ലാം സഹായിക്കുമോ എന്നാ? ഞാൻ പോണു. ഞാൻ പോണം. പോയി. എവിടെ പോണം? നടയിൽ പോയി ഇരിക്കാനല്ലേ? പോയി. ഇന്ന് ആരോ വരും നീ പറഞ്ഞല്ലോ. അത് ആരിങ്ങനെ ചോദിച്ചു. അതാണ് അമ്മയുടെ ക്യാരക്ടർ. എല്ലാം അറിയെങ്കിലും അമ്മ അറിഞ്ഞൂടാത്ത പോലെ നിൽക്കും. ഇങ്ങനെയൊന്നും കണ്ടില്ല കേട്ടില്ല. പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തരാം, കളിപ്പാട്ടം വാങ്ങിച്ചു തരാം, ചെല്ലടി ടോയ്സ് വാങ്ങിച്ചു തരാം. കുറെ പെണ്ണോ? ഇനി എന്താ വേണം നിനക്ക്? ഒന്നും വേണ്ട. ആണോ? അപ്പൊ വരുന്നില്ല എന്റെ കൂടെ? ഞാൻ ഇങ്ങനെ കറങ്ങാനൊക്കെ പാർക്കിലൊക്കെ കൊണ്ടുപോവാം. പാർക്കിൽ കൊണ്ടുപോവാന്ന്. പാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിൽ കൊണ്ടുപോവാം. വരുന്നോ? വരൂലേ? നിങ്ങൾ പാർക്കിൽ പോവും. എന്റെ കൂടെ വാ. എന്ത് പറഞ്ഞ ഞങ്ങള് വരും? വരൂല. എനിക്ക് അവിടെ നിറയെ കായ്ക്കുന്നുണ്ട്. പക്ഷെ അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ളവര് വന്ന് എടുത്തോണ്ട് പോവോ? മോളെ മാറിയിട്ടോ. മാമി മാറുവാ. ഇത് മറ്റേ ഇതിന്റെ വലുതാണെന്നാണ്. അതായത് നമ്മൾ ഈ ഇതില്ലേ. എന്നെ ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഇഷ്ടപ്പെട്ടോ? അറിയാമോ എന്നെ? അറിഞ്ഞൂടാ. ഇല്ല അവരെ പോലെ വിളി. അയ്യോ,
ആണെങ്കിലും എന്റെ കളർ കണ്ടിട്ടാണ് കേട്ടോ. അയ്യോ, അവര് വിചാരിച്ചെന്താണെന്നറിയോ? അവര് വിചാരിച്ചത് മറ്റേ ബ്യൂട്ടി പാർലറിൽ പോയപ്പോ അതിന് വേണ്ടിയുള്ളതാണെന്നാണ്. ഇതങ്ങനെയല്ല, ഇത് എന്റെ അമ്മ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതും ഒന്ന് പൊട്ടിച്ച് കാണില്ല. എന്റെ അമ്മ വെളുത്തായിരിക്കുന്നത്, അതുപോലെയാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നകം. ഇതിപ്പോ കഴിക്കണ്ട. മണം ഈ ഭാഗം മുഴുവൻ ഇത് ശരിക്കും സീതാപ്പഴത്തിന്റെ മണം. അതായത് ഇത് സീതാപ്പഴത്തിന്റെ എന്തോ ഒരു പേര് പറയും. സംഭവം സീതാപ്പഴം തന്നെയാണ്, പക്ഷെ അതിന്റെ അടുത്ത ഇത് 2 ക്വാളിറ്റി ഉണ്ട്. നല്ല മധുരമാ. ഞാൻ നോക്കാം, ഇത് കഴിച്ചു നോക്കാം. നല്ല ഇത് സംഭവം രണ്ടും വിളഞ്ഞതാണ്. രണ്ടും വിളഞ്ഞതാണേ. എടി ആ ബ്യൂട്ടി പാർലറിൽ പോയ ഓർമ്മയാണടി. ആ ബ്യൂട്ടി പാർലറിൽ പോയ ഓർമ്മ. ഇവരെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി. ചോറ് കഴിച്ചതാണോ? ചോറ് കഴിച്ചതാണോ? ഉണ്ടാക്കില്ല, എല്ലാം ഉമ്മ ചെയ്ത് തരും. കഴിപ്പിക്കാണ്ടോ? മനസ്സിലായോ? നീ വരണില്ലേ? നിന്നെയും കൂടെ വിളിച്ചെടുത്തിട്ട് ഞാൻ അങ്ങോട്ട്. നീ വരുന്നില്ലേന്ന് വേണ്ടേ? നിന്റെ പൊടി സാധനം എന്താ ഇരിക്കുന്നത്? ഹായ് പറയാ ആന്റിക്ക്. ഹായ് കൊടുക്ക്. നിന്നെ അവിടെ നേരത്തെ കണ്ടിട്ടുണ്ട്, കുഞ്ഞാറ്റെ കണ്ടത്. നിന്റെ ഡ്രസ്സാണ് ഇട്ടോണ്ട് വന്ന. ഞാൻ പറഞ്ഞു ഇത് നിന്നോട് ചോദിച്ചാ ഇതെന്താണെന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ആനമുന്തിരി കറക്റ്റ് തന്നെ. റൈറ്റ്. ശരിയടി, അപ്പം ബൈ. ചോദിച്ചില്ല ആരാണ് വരണേന്ന്. ഇപ്പൊ മനസ്സിലായ ആരാണ് വന്നേന്ന്. ആര് വന്നേന്ന്? ഇഷ്ടപ്പെട്ടു. എന്തമ്മ ഇഷ്ടപ്പെട്ട? ചേച്ചി ഇഷ്ടപ്പെട്ട എന്തോ? തൊടാനുള്ള ഇഷ്ടം. ഇതാരാണ് അമ്മ ഇഷ്ടപ്പെടാൻ കാര്യം എന്ത്? ഇഷ്ടപ്പെടാൻ മരുമോളെന്ന് പറഞ്ഞു. അമ്മ ഇഷ്ടപ്പെട്ടാ? എന്ത് ഇഷ്ടപ്പെടാൻ കാര്യം എന്ത്? കൊള്ളാമോ? കാണാൻ കൊള്ളാമോ? പോലൂല്ലേ അമ്മ? സൗകര്യല്ലേ അല്ലേ? കൊള്ളൂലല്ല? എന്റെ അത്ര കൊള്ളൂലല്ല അല്ലേ? നിങ്ങളെക്കാളും കൊള്ളാം. കയ്യൊക്കെ പിടിച്ച് വച്ച് ചേർപ്പിക്കണം. എന്റെ അത്ര കൊള്ളൂലല്ലേ അമ്മ? 2 ഒന്നുമല്ല, എന്നാലും പാലക്കാട്ട് കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് പറ്റാതെ അതിങ്ങനെ നോക്കുന്നതാ കേട്ടോ. കളർ നോക്കുന്നതാ പുള്ളിക്കാരത്തി. എന്റെ അടുത്ത് പറയുന്നത് ഞാൻ കറുത്തു പോയെന്ന്. അമ്മയ്ക്ക് വെളുക്കണം എന്ന് പറഞ്ഞു. കറുപ്പൊന്നല്ല, വെളുത്ത് തന്നെ ഇരിക്കുന്നത്. ചൊറിഞ്ഞതല്ലേ? ഈ നഖം വെച്ചോണ്ട് പിന്നെ ചൊറിഞ്ഞാ മുറിയാതിരിക്കോ? നഖം വെട്ടിക്കളയാൻ ഞാൻ വെട്ടിത്തരാം. ചൊറിഞ്ഞാണ്ട് ആ കൈ ഇരിക്കുന്ന കേട്ടോ. അമ്മ നല്ല സുന്ദരിയാണ്. അത് പൊയ്ക്കോളാം. എന്റെ കളർ കണ്ടാണ്. കളറിലാണ്. ഹാപ്പി ആയിട്ട് ഇരുന്നാ മതി, അപ്പൊ കളർ വന്നോളും. ഹാപ്പി ആയിട്ട് ഇരുന്നാ, സന്തോഷമായിട്ട് ഇരുന്നാ മതി കേട്ടോ. ഞാനിക്ക് എന്ത് ഇത്രയും കാലമായിട്ട് സൗന്ദര്യം വരാത്തത്? ഞാൻ ഹാപ്പിയാണ്. കുളിക്കാൻ പറഞ്ഞു. എല്ലാ ദിവസവും കുളിച്ചാൽ മതി, അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ രാവിലെ വൈകുന്നേരം കുളിച്ചാൽ മതി. 2 പ്രാവശ്യം കുളിക്കണം. രാവിലെ അപ്പൊ 2 പ്രാവശ്യം കുളിച്ചാൽ ഇതുപോലെ വെളുപ്പം വരും, ഇതുപോലെ കളർ വരും. ഞാൻ 2 പ്രാവശ്യം കുളിക്കില്ല. ഒരു വട്ടം കുളിക്കുന്നത് ഞാൻ 2 പ്രാവശ്യം കുളിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കളറ്. അമ്മ 2 വട്ടം കുളിച്ചാൽ വെളുക്കുമെന്നാണ് പറയണ. 2 വട്ടം കുളിക്കില്ല. അങ്ങനെയൊന്നും ശോഭനെ കുളിപ്പിക്കാൻ ആരും വിചാരിക്കണ്ട, കുളിപ്പിച്ച് കിടപ്പാൻ ആരും വിചാരിക്കണ്ട. തണുത്ത വെള്ളം ഒഴിക്കുമ്പോഴാണ് ഈ കളറ് വരുന്നത്. ബ്യൂട്ടി പൗഡർ പോകുമ്പോഴല്ല, തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഈ കളറ് വരും. ജലദോഷം പഠിക്കും. ജലദോഷമൊന്നും പിടിക്കില്ല, മഞ്ഞും കൂടെ ഉണ്ട്. അങ്ങനെയൊന്നും എന്നെ കുളിപ്പിക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കണ്ട. ഞാൻ ഒരു തവണയെ കുളിക്കൂ, അതും അടിയുണ്ടാക്കി. ഇനി വരാം.
കുറേ ദിവസം കഴിയുമ്പോൾ ഡേറ്റൊന്നും പറഞ്ഞതല്ലേ ചേട്ടാ. വെളുത്ത് കഴിയുമ്പോൾ വിളിച്ച് പറയാം. അമ്മ നിങ്ങൾ വെളുക്കുമ്പോ 2 നേരം കുളിച്ച് വെളുക്കുമെങ്കിൽ വിളിച്ച് മതിയോ? തൊട്ടത് മതിയോ? മധുരമുള്ള എന്തൊരു സംഭവം. അപ്പൊ എന്റെ അമ്മയെ കണ്ടിരുന്നെങ്കിലോ ഞാനൊന്നും പാവം കേട്ടോ. എനിക്കിതൊരു ഇപ്പോഴായിരിക്കും ഇത് ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ. ആൾക്കാർ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് അമ്മ മനുഷ്യര് വെളുത്തുണ്ട്, കറുപ്പുണ്ട് എന്നല്ലെങ്കിൽ ഇത്രയും തരം ആൾക്കാർ നമുക്കിടയിലുണ്ട് നമ്മൾ അറിയുന്ന ഇപ്പോഴാണ്. അപ്പൊ മറ്റുള്ളവർ തമ്മിൽ ആ ഒരു പെക്യുലാരിറ്റി കണ്ടപ്പോ പോണ്ട ഈ മനുഷ്യർ എത്ര തരം ഉണ്ടെന്ന് അമ്മ അറിയണ്ടേ. അമ്മ അറിയുന്നത് ഇപ്പോഴാണ്. അപ്പൊ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഇടപഴകുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മ ആരെയും ഉണ്ടല്ലോ മോനും ഉണ്ടല്ലോ. കൈ പിടിച്ച് കാലുവരുതാടിയിടോ. അമ്മ കണ്ട വെളുപ്പ് ഞാനായിരുന്നു. അപ്പൊ നോക്കിയപ്പോ എന്നെ കാട്ടി നല്ല വെളുപ്പുള്ള അടുത്ത ആളെ കിട്ടി. അതാണ് അതങ്ങനെ ചേർത്ത് വെക്കണം. ഇതിൽ ആരാണ് ഇപ്പൊ വെളുപ്പ്? ആരാണ് കളറുള്ളത്? നിങ്ങൾ തന്നെ കളറുള്ളത്. മനസ്സിൽ പറയണം, നിങ്ങൾ തന്നെ കളറുള്ളത്. നിങ്ങൾ തന്നെ കളറുള്ളത്. അല്ലാണ്ട് എല്ലാ കാര്യവും അറിയാം കേട്ടാ. ശരിക്കും പറഞ്ഞേട്ടാ, നിങ്ങൾ തന്നെ കളറുള്ളത്. കുളിക്കുമ്പോ നല്ല കളർ വരും. 2 നേരം കുളിച്ചാൽ ഇതുപോലെ കളറാവും എന്നാണ് പറയണത്. എനിക്ക് അങ്ങനെ കിട്ടുന്ന കളർ വേണ്ട. എനിക്ക് 1 നേരം കുളിച്ച് കിട്ടുന്ന കളർ മതി. അല്ലേ അമ്മ? പറ, മോത്തോക്കി പറ. നോക്കണം, എന്നെ അങ്ങനെ കുളിപ്പിച്ച് കിടത്താൻ കാണാൻ പറ്റുന്ന ഈ ഭാവമാണ് കേട്ടാ. അതുകൊണ്ട് ഇവിടെയാണ് നോക്കണത്. എന്തിനാ വിളിക്കുന്നത്? മുഖത്തോട്ട് നോക്ക്. കാലും വെളുത്ത് തന്നെ ഇരിക്കുന്നതോ? ക്രീമല്ല, ഒറിജിനലാണ്. അവരുടെ ജീവിതത്തിലെ പുറത്തുനിന്നൊരാൾ വന്ന് അവരോട് സംസാരിച്ചതോ, അവരുടെ ജീവിതത്തിൽ പുറത്തുനിന്നൊരാൾ വന്ന് കാഷ്വൽ മൈൻഡിൽ സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയതിന് ശേഷം 1 2 വിരൽ എണ്ണാവുന്നവർ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവർക്ക് ഇനി ആൾക്കാരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാം. മറ്റേ ചുറ്റുമുള്ള ആൾക്കാർ പണ്ടൊക്കെ ഇവരെ ബഹളവും ഉപദ്രവവും ഒക്കെ കണ്ടിട്ട് ഭയന്നിട്ട് ആരും അടുക്കൂല. അത് തന്നെയാണ് ഇവിടുത്തെ നമ്മളുടെ ആൾക്കാരുടെ ഒരു ഇത്. അവരെയും കുറ്റം പറയാൻ പറ്റൂല. അവർ നോക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പണ്ട് ഉപദ്രവിച്ചവരുത്. പക്ഷെ അതല്ല, അവരും മാറ്റം വരണമെന്ന് ഇപ്പോഴാണ് ഈ മതിലിന്റെ പൊക്കം കണ്ടു തന്നെ നമുക്ക് ഊഹിച്ചൂടെ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഏതെങ്കിലും പൊക്കം കുറഞ്ഞ മതിലുണ്ടോ? അത് അമ്മയുടെ പാസ്റ്റ് അങ്ങനെ ആയിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ആവശ്യപ്രകാരം അങ്ങനെ ചെയ്ത് എല്ലാ ചുറ്റും എല്ലാവരും പൊക്കത്തിനെ വെക്കുള്ളൂ. സീറ്റ് വെച്ച് അടിച്ചു വെച്ച വഴക്കുള്ളൂ. ഇല്ല, ഷീറ്റ് മൊത്തം മാറ്റ്. ഇത് കണ്ടാ ഇത് ഭാഷ സേഡി മൂസയിൽ പറഞ്ഞ ജഗൻ ഭാഷ. ശരി, പാവമായിരിക്കും. അതായത് വേറെ ഏത് നായാണെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ, പക്ഷേ റോഡ് വീലർ മാത്രം സിംഗിൾ ഓണറാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്തുവാടി ഇത്ര ദേഷ്യം? ഞാനിങ്ങനെ ഇരിക്കുന്ന പിടിക്കണില്ലേ? എനിക്ക് വയ്യ. ഇല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഗുരുവായൂർ വരെ ഒരു യാത്ര. സംഗതി നമുക്കുള്ളൂ. നമുക്ക് ഓരോടവും പോകാൻ പറ്റൂല, ഒരിടത്തും പോകാൻ പറ്റൂല. ഇപ്പൊ അവിടെ കിടക്കുന്ന ഏതൊക്കെ? അവിടെ ഇനി എന്തായാലും പട്ടികളെ കണ്ടില്ല എന്ന് പറയും. അവളും ഒട്ടിക്കും കടിക്കാൻ.
താറ്റോടമ്മ പോയിട്ട് വരാൻ പറ. താറ്റോട്. ഓക്കെ, പോയിട്ട് വരും. കൊച്ചു പറയണ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നാ മരിച്ചു, അമ്മ ഒതുങ്ങിയിരിക്കാൻ കൂടാ. ആരോ പഠിപ്പിച്ചു കൊടുത്തേട്ടാ വണ്ടി തട്ടരുതെന്നുള്ളതേ. അതാണ് നോക്കി കയറി. ഓക്കെ, ബൈ ബൈ.